പ്രോൺസ് ഫ്രൈ ആക്കാനുള്ള ചെറിയൊരു സൂത്രപ്പണി പറയട്ടെ. സാധാരണ ഞാൻ പ്രോൺസും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അതിനുശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. ഇന്നും ഇപ്പം ഈ ഒരു പ്രോസസ്സിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് കോലിൽ കോർക്കുന്നുണ്ട് കേട്ടോ. ഓരോ പ്രോൺസും മറച്ചിടാനുള്ള മടി കൊണ്ട് ഇതുപോലെ സ്റ്റിക്കിൽ കോർത്ത് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് 3-4 ഒരുമിച്ച് മറച്ചിടാൻ പറ്റും. അതുമാത്രമല്ല വേറൊരു ഉപകാരം കൂടി ഉണ്ട്. മാരിനേറ്റ് ചെയ്ത് സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പ്രോൺസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നല്ല കേട്ടോ, ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞാനിത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എൻ്റെ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്കും ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയും പൊന്നും കൂടെ പിറ്റേ ദിവസം പ്രോൺസ് കോലുമ്പ് കുത്തിയാണ് വറുത്തത്. അമ്മ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ അല്ലേ? അപ്പം ശരി, പിന്നെ കാണാം. ബായ്.